ശ്രീ അരുൺകുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കോൺഗ്രസുകാർ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞില്ലല്ലോ. ഏത് ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്? അതുപോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 21,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 21,000 രൂപയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ പോയി പറഞ്ഞിരുന്നോ? ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. 21,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടും നിരവധി 8 ആവശ്യങ്ങൾ ഇൻ അഡീഷൻ ടു 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരപന്തലിൽ ചെന്ന് 2026 UDF അധികാരത്തിൽ വരുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിന് തീരുമാനമാക്കുമെന്ന് പറയുമ്പോൾ 21,000 അല്ല ഗഡുക്കളായി വർദ്ധിപ്പിക്കുമാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ താങ്കൾ പറഞ്ഞ് താങ്കൾ സാധൂകരിച്ചോ? വി.ഡി. സതീശൻ സമരപന്തലിൽ പോയി പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഈ ഓണറേറിയത്തിൽ വർധനയുണ്ടാകും എന്നാണ്. ഇനി അങ്ങ് അയച്ചു തന്ന വീഡിയോ ആണ് എങ്കിൽ അത് കേൾക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്യാബിനറ്റ് അത് തീരുമാനിക്കും. എനിക്കറിയാം നിങ്ങൾ തോക്കൂല. ആ വീഡിയോയുടെ പുറത്ത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അനുവദിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ പാർട്ടിയുടെ സൈബർ വിഭാഗം എഴുതി വെച്ചതാണ്, വി.ഡി. സതീശൻ പറഞ്ഞതല്ല. അപ്പോ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. എത്ര വർദ്ധിപ്പിച്ചാലും 21,000 രൂപയായി വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് നിരന്തരം പത്രസമ്മേളനം നടത്തി പറഞ്ഞ SCCIയുടെ സമര നേതാക്കന്മാർ പറയട്ടെ. ഞങ്ങൾ 21,000 ആവശ്യപ്പെട്ടിട്ടില്ല, അവർ 21,000 നിന്ന് പിന്നോട്ടില്ല എന്ന് ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. അല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് അവരുടെ സമരപന്തലിൽ പോയി പറഞ്ഞത് ഇതുപോലെ അല്ലാത്ത ഒരു പ്രതികരണത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ഈ ഓണറേറിയത്തിൽ വർധനയുണ്ടാകും എന്നാണ്. 21,000 രൂപയായി വർദ്ധിപ്പിക്കും എന്ന കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. അങ്ങനെ അല്ല എങ്കിൽ വരും ദിവസങ്ങളിലാണെങ്കിലും ആ ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. 21,000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ പറഞ്ഞത് അങ്ങാണ് എനിക്ക് അയച്ചു തന്നത്. പറഞ്ഞത് അയച്ചു തരാനുള്ള ബാധ്യത അങ്ങയുടേതാണ്. വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞത് താങ്കൾ ഒരു വാചകം കാണിക്ക്. വർധനവ് എന്നല്ല, നിങ്ങളുടെ ആവശ്യം പരിഗണിക്കും, നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്നാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് എല്ലാ പ്രശ്നത്തിലും 2,500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരുന്നില്ലേ? അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? ഏറ്റവും അവസാനവും 2,000 രൂപയിലേക്കല്ലേ അത് കൊണ്ടുവന്നെത്തിച്ചത്? അല്ലാതെ ആദ്യ മന്ത്രിസഭ കൂടിയപ്പോൾ അത് കൂടുകയാണോ ചെയ്തത്? സർക്കാരിനൊരു ചട്ടപ്പടിയില്ലേ? ആ ചട്ടപ്പടി ഉണ്ടെന്നൊന്ന് അംഗീകരിച്ചാൽ മതി. ഞങ്ങൾക്ക് അല്ല, നിങ്ങളാണല്ലോ അംഗീകരിക്കാത്തത്. നിങ്ങൾ 2,500 രൂപ 2,500 പിണറായി സർക്കാർ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ അംഗീകരിച്ചു കൊടുത്തോ? 2,500 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തോ? അങ്ങനെയാണോ പദ്ധതികൾ ആവിഷ്കരിക്കുക? ഇതിൽ തന്നെ 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ അനുവദിക്കുമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ എനിക്ക് അയച്ചു തന്നത്? അതിന് മുകളിൽ പച്ച മലയാളത്തിൽ നിങ്ങളുടെ സൈബർ സഖാക്കൾ എഴുതി വെച്ചതല്ലേ 21,000 രൂപയെന്ന് വി.ഡി. സതീശൻ പറയുന്നതുണ്ടോ? ഇനി മറ്റു വീഡിയോ ഉണ്ടെന്നെങ്കിൽ അങ്ങ് ഉന്നയിക്കുന്ന ആരോപണത്തിന് അങ്ങല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്? നിങ്ങളുടെ ആവശ്യമല്ല. നിങ്ങൾ തെളിവല്ലേ? അങ്ങക്ക് കുറച്ചെങ്കിലും യുക്തി ഉണ്ടെങ്കിൽ മനസ്സിലാകുമല്ലോ. ഒരു സമരപന്തലിൽ വന്ന് ആ സമരം 21,000 രൂപ മാസം ഓണറേറിയമായി വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കില്ല, എത്ര ചെറിയ വർധനവ് വന്നാലും അവസാനിപ്പിക്കില്ല എന്നു പറഞ്ഞ് നടത്തുന്ന സമരപന്തലിൽ വന്ന് നിങ്ങളുടെ ആവശ്യം പരിഹരിക്കും. വർധനവെന്നല്ല, ചെറിയ വർധനവെന്നല്ല, നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 21,000 രൂപ അടക്കം പെൻഷൻ പറ്റുമ്പോൾ 5 ലക്ഷം അടക്കം മറ്റ് തൊഴിലാളിയായി ജീവനക്കാരായി അംഗീകരിക്കുന്നതടക്കം നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് വാഷ് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്ന, മറ്റുള്ളവർ അധികാരത്തിലിരിക്കുമ്പോഴും നിങ്ങൾ പറയുന്നു വൈറ്റ് വാഷ് ചെയ്യുന്ന. ആ നിലയ്ക്ക് അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവ് അങ്ങാണ് പറയേണ്ടത്. എന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ക്യാബിനറ്റിൽ ആ കാര്യം പരിഗണിക്കുമെന്ന് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്റെ തിരിച്ചു ചോദ്യം ഇതാണ്, 2,500 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വർദ്ധിപ്പിച്ചോ?
ഇനി അഥവാ 2000 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ അത് ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് വർദ്ധിപ്പിച്ചത്. അല്ല, ഘട്ടം ഘട്ടമായാണ് വർദ്ധിപ്പിച്ചത്. അഭിമാനാർഹമായ നേട്ടമാണ്. ചരിത്രത്തിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ വർധനയുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരുകൾ മാത്രമാണ് എടുത്തു പറയേണ്ട തരത്തിലുള്ള വർധന ഉണ്ടായിട്ടുള്ളത്. ഇതിലൊന്നും തർക്കമില്ല. പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യ ക്യാബിനറ്റിൽ മൊത്തം എന്നൊരു തീരുമാനം പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് സാധൂകരിക്കുന്ന തീരുമാനം ഉണ്ടാകണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ അരുൺകുമാർ.